നിങ്ങൾ ഇപ്പോ ഓഫീസിലെ പടികൾ ഒരു 3 മിനിറ്റ് വളരെ വേഗത്തിൽ കയറിയാൽ അത് ട്രെഡ്മില്ലിൽ ഒരു 45 മിനിറ്റ് വിയർത്തൊലിച്ച് ഓടുന്നതിന് തുല്യമായ ഗുണങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന് നൽകുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ശരിക്കും കേൾക്കുമ്പോഴിതൊരു തട്ടിപ്പാണെന്ന് തോന്നാം അല്ലേ? കാരണം വ്യായാമം അല്ലെങ്കിൽ വർക്കൗട്ടോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത് മണിക്കൂറുകൾ നീളുന്ന വലിയ ജിം സെഷനുകളും വിയർപ്പിൽ കുഴിച്ച ശരീരവുമൊക്കെയാണല്ലോ. അതെ അതെ, കൃത്യമായി പറഞ്ഞാൽ ആ ഒരു ചിന്തയാണ് നമ്മളെക്കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാത്തത്. എന്നാൽ ശാസ്ത്രലോകം ഇപ്പോൾ പറയുന്നത് അതൊക്കെ ഒരു പഴയ ചിന്താഗതിയാണെന്നാണ്. നിങ്ങളുടെ സമയം ലാഭിക്കുന്ന, എന്നാൽ ആരോഗ്യത്തിന് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന പുതിയ ചില കണ്ടെത്തലുകളിലേക്കാണ് നമ്മുടെ ഇന്നത്തെ ഈ വിശകലനം കടക്കുന്നത്. ശരിയാണ്. ആ പഴയ നോ പെയിൻ നോ ഗെയിൻ എന്ന ചിന്താഗതിയുണ്ടല്ലോ, അത് നമ്മളെ പലപ്പോഴും ഒരുപാട് മടിയന്മാരാക്കാറുണ്ട്. ഇപ്പോ 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യാൻ സമയമില്ലെങ്കിൽ പിന്നെ എന്തിലാ വെറുതെ ചെയ്യുന്നത് എന്നൊരു മടി നമ്മളിൽ പലർക്കും വരും. തീർച്ചയായും എനിക്കും അങ്ങനെ തോന്നാറുണ്ട്. എന്നാൽ BMJ സ്പോർട്സ് മെഡിസിൻ, പിന്നെ സ്റ്റാൻഫോർഡ് സർവകലാശാല, മക്മാസ്റ്റർ സർവകലാശാല എന്നിവിടങ്ങളിൽ നിന്നുള്ള ഏറ്റവും പുതിയ പഠനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ആരോഗ്യത്തിന് ഈ മണിക്കൂറുകൾ നീളുന്ന കഷ്ടപ്പാട് ആവശ്യമില്ല എന്നാണ്. ഈ പുതിയ ആശയത്തെ ശാസ്ത്രലോകം വിളിക്കുന്നത് എക്സസൈസ് സ്നാക്സ് എന്നാണ്. എക്സസൈസ് സ്നാക്സ്, ആ പേര് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു കൗതുകമുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, എന്താണ് ഈ എക്സസൈസ് സ്നാക്ക്? അതായത് ഇപ്പോ നമ്മൾ ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇതിന് നമ്മൾ കഴിക്കുന്ന ലഘുഭക്ഷണങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മൾ ദിവസം മുഴുവൻ ഇടയ്ക്കിടെ ചെറിയ സ്നാക്സ് കഴിക്കാറില്ലേ? അതുപോലെ വ്യായാമത്തെ ചെറിയ ഭാഗങ്ങളായി തിരിച്ചു ചെയ്യുന്നതാണോ ഇത്? നിങ്ങൾ ചോദിച്ച ആദ്യത്തെ കാര്യം ശരിയാണ്. നമ്മളൊരു വലിയ ഭക്ഷണം ഒറ്റയടിക്ക് കഴിക്കുന്നതിനു പകരം ചെറിയ സ്നാക്കുകൾ കഴിക്കുന്നത് പോലെ തന്നെയാണിതും. വലിയൊരു വർക്കൗട്ട് സെഷനു പകരം ദിവസത്തിന്റെ പല ഭാഗങ്ങളിലായി ചെറിയ വ്യായാമങ്ങൾ വിതരണം ചെയ്യുന്നു. ഓഹോ, അപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിലെ സീറ്റിൽ നിന്ന് വെറുതെ ഒന്ന് എഴുന്നേറ്റ് കോഫി മെഷീൻ്റെ അടുത്തേക്ക് നടന്നാൽ അതൊരു സ്നാക്ക് ആകുമോ? ഇല്ല, അവിടെയാണ് കാര്യം. വെറുതെ ഒന്ന് നടക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നില്ല. ഒരു എക്സസൈസ് സ്നാക്ക് എന്ന് വരയ്ക്കണമെങ്കിൽ അതൊരു തീവ്രമായ, അല്ലെങ്കിൽ നമ്മൾ വിഗറസ് എന്ന് പറയുന്ന തരം വ്യായാമമായിരിക്കണം. ഇതിന്റെ സമയം ശരിക്കും വെറും 20 സെക്കൻഡ് മുതൽ പരമാവധി 5 മിനിറ്റ് വരെയാണ്. അപ്പോ വെറുതെ നടന്നാൽ പോരാ, നന്നായിട്ടൊന്ന് കിതയ്ക്കണം അല്ലേ? ഇതിന് കൃത്യമായി എന്തെങ്കിലും അളവുകോലുണ്ടോ? എപ്പോഴാണ് ഒരു വ്യായാമം തീവ്രമാകുന്നത് എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അതിന് സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ ഗവേഷകയായ ഡോക്ടർ മെരിലി ഒപ്പേസോ വളരെ ലളിതമായ ഒരു അളവുകോൽ പറയുന്നുണ്ട്. നിങ്ങൾ ആ ചെറിയ വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയമിടിപ്പ് കാര്യമായി വർദ്ധിക്കണം. എത്രത്തോളം വർദ്ധിക്കണം? ഇപ്പോ നിങ്ങൾക്കൊരു മുഴുവൻ വാചകം പൂർണ്ണമായി കിതയ്ക്കാതെ സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിലെത്തണം. അതിനെ നമുക്ക് വേണമെങ്കിൽ സ്പീച്ച് ടെസ്റ്റ് എന്ന് വിളിക്കാം. നിങ്ങൾക്ക് സുഖമായി സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ആ വ്യായാമത്തിന് തീവ്രത പോരാ എന്നർത്ഥം. എനിക്ക് ഈ ആശയം വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്തിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്? ഒരുമിച്ച് ചെയ്യുന്നതല്ലേ കൂടുതൽ നല്ലത്? ഇതിന്റെ ശാസ്ത്രീയമായ അടിസ്ഥാനം എന്താണ്? അതായത് നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസത്തെ ഒരു ക്യാമ്പ് ഫയറിനോട് നമുക്കൊന്ന് ഉപമിക്കാം. നിങ്ങൾ മണിക്കൂറുകളോളം അനങ്ങാതെ കസേരയിലിരിക്കുമ്പോൾ ആ തീ ഏകദേശം കെട്ടുപോയി വെറും കനലുകൾ മാത്രം ബാക്കിയുള്ള ഒരു അവസ്ഥയിലാവും. അതെ, ഓഫീസിലൊക്കെ വൈകുന്നേരമാകുമ്പോൾ ഏകദേശം ആ ഒരു അവസ്ഥയാണ്. ശരിയാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ഒരു 60 സെക്കൻഡ് നേരത്തെ ഈ തീവ്രമായ സ്നാക്കിംഗ് ഉണ്ടല്ലോ, അത് ആ കനലിലേക്ക് ഒരു കപ്പ് പെട്രോൾ ഒഴിക്കുന്നതിന് തുല്യമാണ്. പെട്ടെന്ന് തന്നെ തീ ആളിപ്പടരും. മാത്രമല്ല, ആ വ്യായാമം കഴിഞ്ഞാലും മണിക്കൂറുകളോളം ശരീരത്തിലെ മെറ്റബോളിസം ഉയർന്ന നിലയിൽ തന്നെ തുടരുകയും ചെയ്യും. ആ ക്യാമ്പ് ഫയർ ഉദാഹരണം വളരെ കൃത്യമാണ് കേട്ടോ. ഒറ്റയടിക്ക് തീ ആളിപ്പടരുന്നത് എനിക്ക് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ എന്റെ മനസ്സിൽ ഇപ്പോഴും ഒരു ചെറിയ സംശയമുണ്ട്. എന്താണ് സംശയം? നമ്മൾ വെറും 2 മിനിറ്റോ 3 മിനിറ്റോ മാത്രം ഒരു ദിവസം വ്യായാമം ചെയ്താൽ അത് നമ്മുടെ ഹൃദയത്തെ ശരിക്കും സ്വാധീനിക്കുമോ? ഇത്രയും ചെറിയ സമയം കൊണ്ട് ശരീരത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമെന്ന് പറയുന്നത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതിനെന്തെങ്കിലും സയന്റിഫിക് തെളിവുകളുണ്ടോ? തീർച്ചയായുമുണ്ട്. അവിടെയാണ് മക്മാസ്റ്റർ സർവകലാശാലയിൽ നടന്ന ഒരു നിർണായക പഠനത്തിന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. വ്യായാമം തീരെ ചെയ്യാത്ത, ദിവസം മുഴുവൻ ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളെ തെരഞ്ഞെടുത്തുകൊണ്ട് അവരൊരു പരീക്ഷണം നടത്തി. എന്തായിരുന്നു പരീക്ഷണം? ഈ ആളുകളോട് ഒരു ദിവസം വെറും 3 തവണ ഒരു 3 നിലകളുള്ള കെട്ടിടത്തിന്റെ പടികൾ വേഗത്തിൽ കയറാൻ അവരാവശ്യപ്പെട്ടു. അതായത് ഏകദേശം 60 പടികൾ.
ഒരു തവണ പടി കയറിയാൽ പിന്നെ അടുത്ത 1 മുതൽ 4 മണിക്കൂർ വരെ അവർക്ക് വിശ്രമിക്കാം. അതിനുശേഷം വീണ്ടും കയറണം. ഒരു മിനിറ്റ്. അതായത് രാവിലെ ഒരു തവണ പടി കയറുന്നു, പിന്നെ ഉച്ചയ്ക്കൊരു തവണ, വൈകുന്നേരം ഒരു തവണ. അത്രേ ഉള്ളൂ. അതെ, അത്രയുള്ളൂ. ഇത് മൊത്തത്തിൽ കൂട്ടിയാൽ തന്നെ വെറും 3 മിനിറ്റിൽ താഴെ മാത്രമേ വരൂ. ഇത്രയും ചെറിയൊരു കാര്യം ചെയ്തിട്ട് ശരിക്കും എന്തെങ്കിലും ഫലമുണ്ടായോ അവരിൽ? അവിടെയാണ് ഗവേഷകർ പോലും അത്ഭുതപ്പെട്ടത്. വെറും 6 ആഴ്ചകൾക്ക് ശേഷം ഇവരുടെ ഫിറ്റ്നസ് പരിശോധിച്ചപ്പോൾ അവരുടെ കാർഡിയോ റെസ്പിറേറ്ററി ഫിറ്റ്നസിൽ, അതായത് VO2 പീക്കിൽ 5% വർധനവുണ്ടായി. അതിനൊപ്പം തന്നെ അവരുടെ പേശികളുടെ കരുത്തിൽ, അതായത് പീക്ക് പവർ ഔട്ട്പുട്ടിൽ 12% വർധനവും അവർ രേഖപ്പെടുത്തി. ഒരു നിമിഷം, ഞാനിതിലൊന്ന് ഇടപെടട്ടെ. ഈ 5% എന്നൊക്കെ കേൾക്കുമ്പോൾ വളരെ ചെറിയൊരു സംഖ്യയാണല്ലോ എന്ന് ആർക്കും തോന്നും. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പടികൾ ഓടിക്കേറി കിതയ്ക്കുമ്പോൾ കുറച്ചുകൂടി വലിയൊരു റിസൾട്ട്, ഒരു 20% നമ്മൾ പ്രതീക്ഷിക്കില്ലേ? ഈ 5%-ന് സയന്റിഫിക്കായിട്ട് ഇത്രമാത്രം പ്രാധാന്യം നൽകാൻ കാരണമെന്താണ്? വളരെ മികച്ച ഒരു ചോദ്യമാണിത്. ഈ VO2 പീക്ക് എന്നത് എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇതിനെ ഇപ്പം നിങ്ങളുടെ കാറിന്റെ എഞ്ചിനുമായി ഒന്ന് താരതമ്യം ചെയ്തു നോക്കൂ. കാറിന്റെ എഞ്ചിൻ എത്രത്തോളം വലുതാണോ അത്രത്തോളം ഇന്ധനവും ഓക്സിജനും ഉപയോഗിച്ച് അതിന് കൂടുതൽ പവർ ഉണ്ടാക്കാൻ കഴിയും. അതെ, എഞ്ചിൻ കപ്പാസിറ്റി കൂടുമ്പോൾ പവർ കൂടുമല്ലോ. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. അതുപോലെ നിങ്ങളുടെ ശരീരം ഓക്സിജൻ ഉപയോഗിച്ച് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ പരമാവധി ശേഷിയാണ് VO2 പീക്ക്. വെറും 6 ആഴ്ച കൊണ്ട് ദിവസം 3 മിനിറ്റ് മാത്രം ചിലവഴിച്ച് നിങ്ങളുടെ ശരീരത്തിന്റെ എഞ്ചിൻ കപ്പാസിറ്റി 5% വർദ്ധിപ്പിക്കുക എന്നത് മെഡിക്കൽ സയൻസിൽ വളരെ വലിയൊരു കാര്യമാണ്. ഓഹോ, അപ്പോൾ അത് ചെറിയൊരു കാര്യമല്ല. അല്ല. ഇത് നിങ്ങളുടെ ഹൃദയത്തിന്റെ ആയുസ് കൂട്ടുകയും ഹൃദ്രോഗ സാധ്യത വലിയ രീതിയിൽ കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊരു ചെറിയ കാര്യമല്ല. ശരീരത്തിന്റെ മൊത്തത്തിലുള്ള എഞ്ചിൻ കപ്പാസിറ്റിയാണ് ഇവിടെ അപ്ഗ്രേഡ് ചെയ്യപ്പെടുന്നത്. അങ്ങനെങ്കിൽ എനിക്കിത് പൂർണ്ണമായും മനസ്സിലായി. ഈ പഠനത്തിൽ തന്നെ ഞാൻ വായിച്ച മറ്റൊരു കാര്യം, ഇത് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ്, അതായത് ബ്ലഡ് ഷുഗർ ലെവൽ പെട്ടെന്ന് കൂടുന്നത് തടയാൻ സഹായിക്കുമെന്നാണ്. അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിന്റെ പിന്നിലെ സയൻസ് എന്താണ്? ഇത് എങ്ങനെയാണ് ശരിക്കും പ്രവർത്തിക്കുന്നത്? അതും വളരെ രസകരമായ ഒരു മെക്കാനിസമാണ്. നമ്മുടെ പേശികളെ ഒരു സ്പോഞ്ച് പോലെയാണ് നമ്മൾ കാണേണ്ടത്. സാധാരണഗതിയിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടും. ഈ പഞ്ചസാരയെ വലിച്ചെടുക്കാൻ പേശികൾക്ക് ഇൻസുലിൻ എന്ന ഹോർമോണിന്റെ സഹായം ആവശ്യമാണ്. അതായത് ഇൻസുലിൻ ഉണ്ടെങ്കിലേ ഈ പഞ്ചസാര ഉള്ളിലേക്ക് കയറൂ. അതെ, ഇൻസുലിൻ വന്ന് പേശികളുടെ വാതിൽ തുറന്നു കൊടുത്താൽ മാത്രമേ പഞ്ചസാരയ്ക്കുള്ളിൽ കയറാൻ കഴിയൂ. എന്നാൽ നിങ്ങളൊരു എക്സസൈസ് സ്നാക്ക് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 2 മിനിറ്റ് സ്ക്വാറ്റ് ചെയ്യുമ്പോൾ, ഇൻസുലിന്റെ സഹായമില്ലാതെ തന്നെ പേശികൾക്ക് അവരുടെ വാതിലുകൾ തുറക്കാനും രക്തത്തിലുള്ള പഞ്ചസാരയെ നേരിട്ട് ഒപ്പിയെടുക്കാനും സാധിക്കുന്നു. അത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. അതായത് നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് എന്തെങ്കിലും തീവ്രമായ വ്യായാമം ചെയ്താൽ ഈ സ്പോഞ്ച് പോലുള്ള പേശികൾ നമ്മുടെ രക്തത്തിൽ നിന്ന് പഞ്ചസാരയെ നേരിട്ട് വലിച്ചെടുക്കും. ഇത് പ്രമേഹമുള്ളവർക്കും അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവർക്കും എത്രത്തോളം വലിയ ആശ്വാസമാണ് നൽകുന്നത്? തീർച്ചയായും. അതുകൊണ്ടാണ് പടികൾ കയറുക, പലചരക്ക് സാധനങ്ങൾ ചുമക്കുക തുടങ്ങിയ ദൈനംദിന കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ ഇത് നമ്മളെ പ്രാപ്തരാക്കുന്നു എന്ന് BMJ പഠനം എടുത്തു പറയുന്നത്. അപ്പോൾ പടികൾ കയറുന്നത് വളരെ നല്ലതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. പക്ഷേ പടികളില്ലാത്തൊരു ഫ്ളാറ്റിലാണ് ഞാൻ താമസിക്കുന്നതെങ്കിലോ? അപ്പോൾ എന്ത് ചെയ്യും? ഇതിനായി ഞാൻ പൂൺ ഉൾപ്പെടെയുള്ള ഗവേഷകർ നടത്തിയ മറ്റൊരു റിസർച്ച് റിപ്പോർട്ട് വായിച്ചിരുന്നു. യാതൊരു ഉപകരണങ്ങളുമില്ലാത്ത, എന്നാൽ ശരീരം മുഴുവൻ അനങ്ങുന്ന ഒരു 7 മിനിറ്റ് ഫുൾ ബോഡി വർക്കൗട്ടിനെ കുറിച്ചായിരുന്നു അത്. അതൊരു വളരെ നല്ല പഠനമായിരുന്നു. അതിൽ ജമ്പിംഗ് ജാക്ക്, പുഷപ്പ്, സ്ക്വാറ്റ് എന്നിങ്ങനെ 12 തരം വ്യായാമങ്ങൾ 30 സെക്കൻഡ് വീതം ചെയ്യുന്നു. ഇതിനിടയിൽ വെറും 10 സെക്കൻഡ് വിശ്രമം. ഇതിനെ ഒരു സൈക്ലിംഗ് വർക്കൗട്ടുമായാണ് അവർ താരതമ്യം ചെയ്തത്. സാധാരണ എനിക്ക് തോന്നുന്നത് സൈക്ലിംഗ് ആണ് കൂടുതൽ എളുപ്പമെന്നാണ്. ഈ പഠനത്തിന്റെ റിസൾട്ട് എന്തായിരുന്നു? പഠനത്തിലെ കണ്ടെത്തലുകൾ ശരിക്കും പലരെയും ചിന്തിപ്പിക്കുന്നതായിരുന്നു. ഫുൾ ബോഡി സ്നാക്കുകൾ സൈക്ലിങ്ങിനേക്കാളും ശാരീരികമായി കഠിനമായിരുന്നു എന്നാണ് ഗവേഷകർ കണ്ടെത്തിയത്. ഫുൾ ബോഡി വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ ഹൃദയമിടിപ്പ് സൈക്ലിങ്ങിന് തുല്യമായി തന്നെ വർദ്ധിച്ചെങ്കിലും അവരുടെ രക്തത്തിലെ ലാക്റ്റേറ്റിന്റെ അളവ് സൈക്ലിംഗ് ചെയ്തവരെക്കാൾ വളരെ കൂടുതലായിരുന്നു. ഒരു നിമിഷം, ഈ ലാക്റ്റേറ്റ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ പേശികൾക്കൊരു പുകച്ചിൽ അല്ലെങ്കിൽ വേദന ഫീൽ ചെയ്യില്ലേ?
അതാണോ ഈ സംഭവം? ഇത് കൂടുതലായി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. നിങ്ങൾ വളരെ വേഗത്തിൽ തീവ്രമായ വ്യായാമം ചെയ്യുമ്പോൾ ശരീരത്തിന് ഓക്സിജൻ ഉപയോഗിച്ച് ഊർജമുണ്ടാക്കാൻ ആവശ്യത്തിന് സമയം ലഭിക്കില്ല. അപ്പോൾ ശരീരം പേശികളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഓക്സിജൻ ഇല്ലാതെ തന്നെ കത്തിക്കാൻ തുടങ്ങും. ഓഹോ, അപ്പോൾ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഗ്ലൈക്കോജൻ കത്തിക്കുന്നു. അതെ. അങ്ങനെ ഗ്ലൈക്കോജൻ കത്തുമ്പോഴുണ്ടാകുന്ന ഒരു ബൈ പ്രൊഡക്റ്റാണ് ലാക്ടേറ്റ്. സൈക്ലിംഗ് ചെയ്യുമ്പോൾ പ്രധാനമായും കാലിലെ പേശികൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഫുൾ ബോഡി വർക്കൗട്ടിൽ നിങ്ങളുടെ കൈകളും കാലുകളും നെഞ്ചും വയറുമടക്കം ഒരേ സമയം പ്രവർത്തിക്കുന്നു. അപ്പോൾ കൂടുതൽ ലാക്റ്റേറ്റ് ഉണ്ടാവും അല്ലേ? തീർച്ചയായും. കൂടുതൽ പേശികൾ ഒരേ സമയം പ്രവർത്തിക്കുമ്പോൾ മെറ്റബോളിക് സ്ട്രെയിൻ കൂടുകയും കൂടുതൽ ലാക്ടേറ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. വളരെ ലളിതമായി പറഞ്ഞാൽ ഫുൾ ബോഡി വ്യായാമം ശരീരത്തിന് കൂടുതൽ ആയാസം നൽകുന്നു. അപ്പോൾ ഫുൾ ബോഡി വർക്കൗട്ടാണ് കൂടുതൽ കഠിനമെന്ന് ശാസ്ത്രീയമായി തെളിഞ്ഞു. പക്ഷേ ഇവിടെയാണ് എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം തോന്നിയത്. ഈ പഠനത്തിൽ പങ്കെടുത്ത ആളുകളോട് ഏതു വ്യായാമമാണ് അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചപ്പോൾ, അതായത് ആ പേശി സ്കോർ നോക്കിയപ്പോൾ, ഭൂരിഭാഗം പേരും തിരഞ്ഞെടുത്തത് ഈ കഠിനമായ ഫുൾ ബോഡി വർക്കൗട്ടാണ്. കൂടുതൽ കഠിനമായ പേശികൾക്ക് കൂടുതൽ ആയാസം നൽകുന്ന ഒരു കാര്യം ആളുകൾ എന്തിനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? സാധാരണഗതിയിൽ കഠിനമായ കാര്യങ്ങൾ ചെയ്യാൻ ആളുകൾക്ക് മടിയല്ലേ? ശരിയാണ്. ഇതൊരു വലിയ സൈക്കോളജിക്കൽ ചോദ്യമാണ്. ഇതിന് പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത് എന്ന് ഗവേഷകർ പറയുന്നു. ഒന്നാമത്തത് കംപ്ലീഷൻ കോൺഫിഡൻസ്. അതായത് ഇത്തരം എക്സസൈസ് സ്നാക്കുകൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയും എന്ന തോന്നൽ ആളുകളിൽ വലിയൊരു ആത്മവിശ്വാസം നൽകുന്നു. വെറും 7 മിനിറ്റല്ലേ ഉള്ളൂ, ഞാൻ എങ്ങനെങ്കിലും കഷ്ടപ്പെട്ടിത് ചെയ്തു തീർക്കും എന്നൊരു ചിന്ത അവരുടെ തലച്ചോറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതെ, ശരിയല്ല. 1 മണിക്കൂർ ചെയ്യണമെന്ന് പറയുമ്പോഴാണ് നമ്മൾ മടിക്കുന്നത്. 7 മിനിറ്റ് ആവുമ്പോൾ നമുക്കൊരു ധൈര്യം വരും. രണ്ടാമത്തെ കാരണം എന്താണ്? രണ്ടാമത്തെ കാരണം ബോറടിയാണ്. ഇപ്പോൾ സൈക്ലിംഗ് പോലെയുള്ള വ്യായാമങ്ങൾ നമ്മൾ ഒരേ കാര്യം തന്നെ തുടർച്ചയായി ആവർത്തിക്കുന്നതാണല്ലോ. അപ്പോൾ തലച്ചോറിന് പെട്ടെന്ന് മടുപ്പ് തോന്നും. അതെ, ഒരേ സാധനം തന്നെ ചെയ്യുമ്പോൾ ഭയങ്കര ബോറടിയാണ്. എന്നാൽ ഫുൾ ബോഡി വർക്കൗട്ടിൽ ഓരോ 30 സെക്കൻഡിലും നിങ്ങൾ ചെയ്യുന്ന വ്യായാമം മാറിക്കൊണ്ടിരിക്കുകയാണ്. ജമ്പിംഗ് ജാക്കിൽ നിന്ന് പുഷപ്പിലേക്ക്, അവിടെ നിന്ന് സ്ക്വാട്ടിലേക്ക്. ഇങ്ങനെ തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ തലച്ചോറിന് ബോറടിക്കാൻ ശരിക്കും സമയം കിട്ടുന്നില്ല. അടുത്തതെന്താണ് ചെയ്യേണ്ടത് എന്നതിൽ തലച്ചോറ് ഫോക്കസ് ചെയ്യുകയും അത് ആളുകൾക്ക് കൂടുതൽ ആസ്വാദ്യകരമായി തോന്നുകയും ചെയ്യുന്നു. അതായത് ഇതൊരു സൈക്കോളജിക്കൽ ട്രിക്കാണ്. നമ്മൾ ബോറടിക്കുന്നതിന് മുൻപ് തന്നെ വ്യായാമം തീർന്നിട്ടുണ്ടാവും. വളരെ കൊള്ളാം. അപ്പോൾ നമ്മൾ ഇതിന്റെ ശാസ്ത്രീയ വശങ്ങളും മെക്കാനിസങ്ങളും വളരെ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരു സംശയമുണ്ടാവും. ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്ന ഞാൻ എങ്ങനെയാണ് ഈ എക്സസൈസ് സ്നാക്കിംഗ് എന്റെ ദൈനംദിന ജീവിതചര്യയുടെ ഭാഗമാക്കുന്നതെന്ന്. ഇതിനായി ഞാൻ ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്നൊരാശയം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഹാബിറ്റ് സ്റ്റാക്കിംഗ്, അതായത് നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദിനചര്യയോടൊപ്പം പുതിയൊരു ശീലത്തെ കൂട്ടിച്ചേർക്കുന്നത് അല്ലേ? അതെ, കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. വ്യായാമം ചെയ്യാൻ വേണ്ടി പുതിയൊരു സമയം മാറ്റിവെക്കുന്നതിന് പകരം നിങ്ങൾ ദിവസവും നിർബന്ധമായും ചെയ്യുന്ന കാര്യങ്ങൾക്കൊപ്പം ഇതങ്ങ് ചെയ്യുക. ഉദാഹരണത്തിനിപ്പോൾ രാവിലെ പല്ല് തേക്കുമ്പോൾ അത് വെറുതെ നിന്നുകൊണ്ട് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് കുറച്ച് കാഫ് റൈസ് ചെയ്യാം. അതായത് കാൽവിരലുകളിൽ ഉയർന്നു നിൽക്കുന്ന ആ വ്യായാമം. അതെ, അല്ലെങ്കിൽ ഓഫീസിൽ വെച്ച് മൈക്രോവേവ് അവനിൽ ഭക്ഷണം ചൂടാക്കാൻ വെക്കുന്ന ആ ഒരു 2 മിനിറ്റ് സമയം വെറുതെ ഫോൺ നോക്കി നിൽക്കാതെ അവിടെ നിന്ന് കുറച്ച് സ്ക്വാട്സ് ചെയ്യാം. ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ ലളിതമായ കാര്യങ്ങളാണെന്ന് തോന്നാമെങ്കിലും ഈ ചെറിയ മൂവ്മെന്റുകൾ ദിവസത്തിൽ പലതവണയായി കൂടിച്ചേരുമ്പോൾ അത് ശരീരത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ നമുക്കൊരു കാര്യം സത്യസന്ധമായി സമ്മതിക്കാം. നമ്മൾ ഓഫീസിലെ കോഫി മെഷീന്റെ മുന്നിൽ നിന്ന് സ്ക്വാട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ലിഫ്റ്റിൽ നിന്ന് കാഫ് റൈസ് ചെയ്യുമ്പോഴോ വേറെ ആരെങ്കിലും പെട്ടെന്ന് അവിടേക്ക് വന്നാൽ അതൊരു ഭയങ്കര ചമ്മലുണ്ടാക്കുന്ന കാര്യമാണല്ലേ? മറ്റുള്ളവർ വിചാരിക്കും, ഇയാൾക്കെന്താ വട്ടാണോ എന്ന്. നിങ്ങളിപ്പോൾ ഇത് കേട്ട് ഓഫീസിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലും ഈയൊരു ചിന്ത വന്നിട്ടുണ്ടാവും. തീർച്ചയായും അത് സ്വാഭാവികമാണ്. പക്ഷെ ആ ചമ്മൽ മാറ്റിവെക്കേണ്ടത് നമ്മുടെ ആരോഗ്യത്തിന്റെ ആവശ്യമാണ്. കാരണം നമ്മൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നം നമ്മൾ എത്ര സമയം ഇരിക്കുന്നു എന്നതിലല്ല, മറിച്ച് എത്ര നേരം തുടർച്ചയായി ഇരിക്കുന്നു എന്നതാണ്. ഒരു കസേരയിൽ അനങ്ങാതെ 3-4 മണിക്കൂർ ഇരിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിന് വരുത്തിവെക്കുന്ന വിന വളരെ വലുതാണ്. അതെ,
ഞാൻ വായിച്ച ഒരു റിസർച്ച് പേപ്പറിൽ പറയുന്നത്, ദിവസം മുഴുവൻ അനങ്ങാതെ ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാൾ വൈകുന്നേരം പോയി 1 മണിക്കൂർ ജിമ്മിൽ കഠിനമായി വർക്കൗട്ട് ചെയ്താലും ആ തുടർച്ചയായ ഇരിപ്പുണ്ടാക്കിയ ദോഷങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ആ ജിം വർക്കൗട്ടിന് കഴിയില്ല എന്നാണ്. അത് ശരിയാണോ? തുടർച്ചയായ ഇരിപ്പിന്റെ ചെയിൻ പൊട്ടിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് ഓരോ മണിക്കൂറുകൾക്കിടയിലും ഇത്തരമൊരു എക്സസൈസ് സ്നാക്ക് ഉൾപ്പെടുത്തണം എന്ന് നമ്മൾ പറയുന്നത്. ദിവസവും വെറും 3 മുതൽ 4 മിനിറ്റ് വരെ ഇത്തരം ചെറിയ തീവ്രമായ വ്യായാമങ്ങൾ ചെയ്യുന്നത് ശാരീരിക നിഷ്ക്രിയത്വം കൊണ്ടുള്ള ക്യാൻസർ സാധ്യത 31% കുറയ്ക്കുമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ ചെറിയ ഇടവേളകൾ ശരീരത്തിന് നൽകുന്ന ഉണർവ് നമ്മൾ ഒരിക്കലും കുറച്ചു കാണരുത്. ശരിയാണ്. ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന ഒരു രസകരമായ കാര്യം കൂടി ഞാൻ പറയട്ടെ. ഈ തുടർച്ചയായ ഇരിപ്പ് ഒഴിവാക്കാൻ സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ ഗവേഷകർ നിർദ്ദേശിക്കുന്ന ഒരു വ്യായാമ രീതിയുണ്ട്. അവർ അതിനെ വിളിക്കുന്നത് പെറ്റ് പപ്പി എന്നാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വരും. ഞാൻ എൻ്റെ വീട്ടിലെ ലിവിംഗ് റൂമിൽ ഇത് ചെയ്തു നോക്കിയപ്പോൾ എനിക്ക് തന്നെ വലിയ തമാശയായി തോന്നി. പക്ഷെ അത് ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ട്. എന്താണ് ഈ പെറ്റ് ദ പപ്പി? പേര് കേട്ടിട്ട് തന്നെ ഒരു കൗതുകം തോന്നുന്നുണ്ട്. വളരെ ലളിതമാണ്. നിങ്ങൾ നേരെ നിൽക്കുക. നിങ്ങളുടെ മുന്നിൽ താഴെയായി വളരെ ക്യൂട്ടായ ഒരു സാങ്കല്പിക നായ്ക്കുട്ടിയുണ്ടെന്ന് കരുതുക. നിങ്ങൾ സ്ക്വാട്ട് ചെയ്ത് താഴെയിരുന്ന് ആ നായ്ക്കുട്ടിയെ ഒന്ന് തലോടുക. ശരി. പിന്നെ എഴുന്നേറ്റ് ആ നായ്ക്കുട്ടിയുടെ മുകളിലൂടെ വലതുകാൽ ഉയർത്തി മറുവശത്തേക്ക് വയ്ക്കുക. വീണ്ടും സ്ക്വാട്ട് ചെയ്ത് തലോടുക. പിന്നെ ഇടതുകാൽ ഉയർത്തി തിരിച്ചു വയ്ക്കുക. ഇതൊരു 3 മിനിറ്റ് തുടർച്ചയായി വേഗത്തിലൊന്ന് ചെയ്തു നോക്കൂ. കണ്ടു നിൽക്കുന്നവർക്ക് ഇതൊരു തമാശയായി തോന്നാമെങ്കിലും വലിയ പേശികളെല്ലാം ഇതിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് നമ്മുടെ ഹൃദയമിടിപ്പ് വേഗത്തിൽ കൂടാൻ ഇതിലും മികച്ചൊരു വ്യായാമമില്ല. കിതപ്പ് കാരണം നിങ്ങൾക്ക് ശരിക്ക് സംസാരിക്കാൻ പോലും കഴിയില്ല. അത് വളരെ മികച്ചൊരു ഐഡിയയാണ്. കാരണം അതിൽ സ്ക്വാറ്റ് ഉണ്ട്, കാലുകൾ ഉയർത്തുമ്പോഴൊരു ബാലൻസിംഗ് ഉണ്ട്, അതുപോലെ നിരന്തരമായ ചലനവുമുണ്ട്. ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഇത്തരം ചെറിയ കാര്യങ്ങൾ വഴി നമ്മൾ ആ വലിയ ഇരിപ്പിന്റെ സമയം ഇല്ലാതാക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. എലിവേറ്റർ ഒഴിവാക്കി പടികൾ കയറുന്നതും ഇതുപോലെ തന്നെ വലിയൊരു മാറ്റമാണ്. അപ്പോൾ ഇതിന്റെയൊക്കെ അർത്ഥമെന്താണ്? നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്ത കാര്യങ്ങൾ വളരെ ലളിതമായൊന്ന് ചുരുക്കി പറഞ്ഞാൽ, വ്യായാമത്തിന്റെ ദൈർഘ്യത്തേക്കാൾ നിങ്ങളുടെ സ്ഥിരതയ്ക്കാണ് നമ്മൾ പ്രാധാന്യം നൽകേണ്ടത്. എനിക്ക് 1 മണിക്കൂർ സമയമില്ല, അതുകൊണ്ട് ഞാനിന്ന് വ്യായാമം ചെയ്യുന്നില്ല എന്ന് കരുതി പൂർണ്ണമായും അത് ഒഴിവാക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇടവേളകളിൽ കിട്ടുന്ന 2 മിനിറ്റോ 5 മിനിറ്റോ പരമാവധി ഉപയോഗപ്പെടുത്തി ഹൃദയമിടിപ്പ് കൂട്ടുക. അതെ, വില കൂടിയ ഉപകരണങ്ങളോ അല്ലെങ്കിൽ ജിം മെമ്പർഷിപ്പോ ഇതിനാവശ്യമില്ലല്ലോ. എവിടെ വെച്ചും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കും. ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് കുറച്ചെങ്കിലും ചെയ്യുന്നത് എന്ന ആ പഴയ ചൊല്ല് ശാസ്ത്രം വീണ്ടും ശരിവയ്ക്കുകയാണിവിടെ. നിങ്ങളുടെ ശരീരത്തെ എപ്പോഴൊക്കെ ചലിപ്പിക്കാൻ സാധിക്കുമോ അപ്പോഴൊക്കെ ചലിപ്പിക്കുക. അതെ, ആ ചെറിയ മൂവ്മെന്റ് മതി. ശരിയാണ്. അത് വെറും 3 മിനിറ്റ് ആണെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിനും പേശികൾക്കും അത് നൽകുന്ന ഗുണങ്ങൾ ഒട്ടും നിസ്സാരമല്ല. നിങ്ങളുടെ മെറ്റബോളിസത്തെ ആക്റ്റീവാക്കി നിർത്താൻ ഈ എക്സസൈസ് സ്നാക്കുകൾക്ക് വലിയൊരു പങ്ക് വഹിക്കാൻ സാധിക്കും. തീർച്ചയായും. അപ്പോൾ ഇന്ന് നമ്മൾ വ്യായാമത്തെക്കുറിച്ചും പേശികളെക്കുറിച്ചുമൊക്കെ ഒരുപാട് സംസാരിച്ചു. നിങ്ങൾക്കിതൊക്കെ വളരെ കൃത്യമായി മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ നമ്മുടെ ഈ വിശകലനം ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു പുതിയ ആശയം കൂടി ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുകയാണ്. എന്താണത്? നമ്മൾ ഇതുവരെ സംസാരിച്ചത് ശരീരത്തിന്റെ കാര്യമാണല്ലോ. എന്നാൽ നമ്മുടെ ശരീരത്തിലെ പേശികൾക്ക് ദിവസം മുഴുവൻ നൽകുന്ന ഇത്തരം ചെറിയ സമ്മർദ്ദങ്ങളോട്, അതായത് മൈക്രോ സ്ട്രെസ്സുകളോട് ഇത്ര ശക്തമായി പ്രതികരിക്കാനും സ്വയം അപ്ഗ്രേഡ് ചെയ്യാനും കഴിയുമെങ്കിൽ ഈ സ്നാക്കിംഗ് രീതി നമ്മുടെ തലച്ചോറിന്റെ കാര്യത്തിലും പ്രയോഗിച്ചാലോ? അതൊരു മികച്ച ചിന്തയാണ്. ഫിസിക്കൽ സ്നാക്കിങ്ങിന് പകരം ഒരു ബ്രെയിൻ സ്നാക്കിംഗ്. അതെ, ബ്രെയിൻ സ്നാക്കിംഗ്. പുതിയൊരു ഭാഷ പഠിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ സ്കിൽസ് പഠിക്കാനോ മൈൻഡ്ഫുൾനെസ് പരിശീലിക്കാനോ ഒക്കെ നമ്മൾ ഞായറാഴ്ചകളിൽ മണിക്കൂറുകൾ മാറ്റിവെക്കാറില്ലേ? അതിനു പകരം അത് കിട്ടാത്തതുകൊണ്ട് അത് പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് പകരം ദിവസം വെറും 5 മിനിറ്റ് വെച്ച് 10 തവണയായി ചെയ്താൽ നമ്മുടെ തലച്ചോറിൽ അത് എത്രത്തോളം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും? തീർച്ചയായും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും. ശരീരത്തിന്റെ എഞ്ചിൻ കപ്പാസിറ്റി നമ്മൾ മാറ്റിയെടുക്കുന്നത് പോലെ നമ്മുടെ തലച്ചോറിലെ ന്യൂറോണുകളെയും ഈ രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ട് മണിക്കൂറുകൾ നീളുന്ന ജിം വർക്കൗട്ടുകളെക്കുറിച്ചോർത്തിനി കുറ്റബോധം തോന്നേണ്ടതില്ല. നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കൈപ്പിടിയിലുള്ള ചെറിയ മിനിറ്റുകളിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഈ എക്സസൈസ് സ്നാക്കിംഗ് ഇന്ന് തന്നെ ആരംഭിക്കൂ. ഈ വിശകലനം ശ്രദ്ധിച്ച നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. ശുഭദിനം.